ഇപ്പൊ നമ്മുടെ ചർച്ച ഖിലാഫിയായ ഇൽമിന്റെ മേലിൽ സൃഷ്ടികളെ മുന്നിടുന്ന കാരണം പറയണല്ലോ. അതിന്റെ ബാക്കി അഖിലു തിൽക്കൽ അൻസാരി, ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കണ്ടു. എന്ത് കണ്ടു? ഇസൽ ഉലമായി വ ഇഖ്ബാൽ അഇമ്മത്തി വൽ വുലാത്തി അലൈഹിം, അധികാരികൾ, അതുപോലെ തന്നെ ഇമാമുമാര്, അതുപോലെ പണ്ഡിതന്മാർ, ഇവർക്കുള്ളതായ യോഗ്യതകളും അയിമ്മത്ത് മുന്നിടുന്നു, അധികാരികൾ മുന്നിടുന്നു അവരുടെ മേലില്. എന്തോടുകൂടെ ഇറാദിയും അൻഹും, അവരെ തൊട്ട് ഇവർക്ക് തിരിഞ്ഞു കളയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയിമ്മത്തിനോടും ഉലമാന്റെ യോഗ്യതയ്ക്കും ആ കൂട്ടത്തിൽ ആൾക്കാർ കണ്ടപ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ? ഫസ്റ അബൂ, അങ്ങനെ അവരെന്തായി ചാഞ്ഞു, അവരുടെ മനസ്സൊക്കെ അങ്ങ് ചാഞ്ഞു. ലി തൊലബിൽ ഇൽമി, ഇൽമിനെ തേടുന്നതിലേക്ക് ചാഞ്ഞു. എന്തിനാ ഇൽമി തേടുന്നത്? തവസ്സുൻ ഇലാ നൈലിൽ ഇസ്സി വദർക്കിൽ ജാഹി മിൻ ഖിബലിൽ വുലാത്തി, അധികാരി വർഗത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കണം, യോഗ്യത കിട്ടണം, അതിലേക്കൊരു മാർഗമാവാൻ വേണ്ടി വിജ്ഞാനം തേടി. അങ്ങനെ വേണ്ടത്. കാരണം ഇവർക്കൊക്കെ നല്ല സ്ഥാനമുണ്ട്. ഏത് കാലത്ത് ചോദിച്ചു, ഒരു കാലത്ത് പള്ളി ദർസിൽ പഠിക്കുന്ന കുട്ടികളും മോലിയന്മാരൊക്കെ ജനങ്ങൾക്കിടെ വലിയ യോഗ്യത കണ്ടിരുന്നു. അപ്പൊ ഞാനൊരു മോലിയരായാൽ ആ സ്ഥാനം എനിക്കും കിട്ടുമല്ലോ എന്ന് നിലവാരത്തിലെത്തി കുറെ ആൾക്കാർ പഠിച്ചോലൊക്കെ ഉണ്ടായിരുന്നല്ലോ. മോലിയരായ നല്ല സുഖാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാലഘട്ടം പോലെ ഭരണാധിപന്മാരുടെ അടുത്ത് നല്ല സ്ഥാനമുണ്ട്, പണ്ഡിതന്മാർക്ക്, ഇമാമാർക്ക് ഒരു യോഗ്യതയുണ്ട്. ഇത് കിട്ടാൻ വേണ്ടി ജനങ്ങളൊക്കെ എന്തായി? ഇൽമു തേടുക എന്നതിലേക്ക് ആശിച്ചു. അങ്ങനെ അകബു അലാ ഇൽമിൽ ഫതാവ, ഫത്വ കൊടുക്കേണ്ട വിജ്ഞാനൊക്കെ തേടി അതിന്റെ മേലിൽ പതിവാക്കിയവർ. ആര് ചോദിച്ചാൽ ഉത്തരം കൊടുക്കണമല്ലോ, ആ ഇൽമു പഠിച്ചുണ്ടാക്കി. അങ്ങനെ അറലു അംബുസു പലൽ വുലാത്തി, അതൊക്കെ പഠിച്ച് നേടിയിട്ട് ഭരണാധിപന്മാരുടെ മേലിൽ അവിടെ ശരി അവർ വെളിപ്പെടുത്താൻ അവരടുത്തേക്ക് ചെന്നു. അങ്ങനെ അറഫു ഇലൈഹിം, അങ്ങനെ അവരിലേക്ക് എന്തായി? മാധ്യമ മുഖാന്തരം വെച്ച് അവര് പരിചയപ്പെട്ടു, ഒരു മാധ്യമമാക്കി വെച്ച്. അങ്ങനെ തലബുൽ വിലായത്ത, അവർ അധികാരം തേടാൻ തുടങ്ങി. സ്വലാത്ത മിന്നും, അധികാരവർഗത്തുനിന്ന് വല്ലതും കിട്ടണം. ആ കിട്ടലും അധികാരം കിട്ടാനുള്ള പരിശ്രമങ്ങളും തേടലാണ് പിന്നെ അവർ നടത്തിയത്. അങ്ങനെ പമിൻഹും മൻ ഹുരിമ, അവരുടെ കൂട്ടത്തിൽ തേടിയത് കിട്ടാത്തവരുണ്ട്. ഒമിൻഹും മൻ അഞ്ചഹ, അക്കൂട്ടത്തിൽ രക്ഷപ്പെട്ടവരുമുണ്ട്, എല്ലാവരുമുണ്ട്. എങ്ങനെയായാലും വൽ മുൻജി, രക്ഷപ്പെട്ട ആള് ലം യഖുല്ല മിൻ ദില്ലി ത്വലബി വ മഹാനത്തിൽ ഇബ്തിദാലി, എന്തേലും ധർമ്മം കൊടുക്കുമ്പോൾ ആ ധർമ്മം സ്വീകരിക്കുമല്ലോ, ആ സ്വീകരിക്കുക എന്നൊരു നിസ്സാരതയും അധികാരത്തെ തേടുക എന്നൊരു നിന്ദതയും, ഇതിനെ തൊട്ടൊന്നും ഈ അധികാരം കിട്ടിയ ആൾക്കാർ ഒഴിവാകും. അവർക്ക് ഇതൊക്കെ കിട്ടും. ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഈ നിസ്സാരമായ വഴിയിലൂടെ കിട്ടിയതല്ലേ എന്ന് അതപ്പോ ഉണ്ടാവുകയാണ്. അങ്ങനെ എന്തിനു പറയുന്നു? അസ്മാൽ ഫുഖഹാഉ ബഅദ അൻ കാനൂ മത്ലൂബീന താലിബീന എന്നായി. ഫുഖഹാക്കളൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അന്വേഷിക്കപ്പെടുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഫുഖഹാക്കൾ അന്വേഷിക്കപ്പെടുന്നവരായതിനു ശേഷം പിന്നെ ഫുഖഹാക്കൾ എന്തായി? അന്വേഷിക്കുന്നവരായി. അപ്പൊ അധികാരവർഗക്കാരും ജനങ്ങളൊക്കെ പണ്ഡിതന്മാരെ തേടി ഇങ്ങോട്ട് വന്നിരുന്നു. പിന്നീട് പോയിട്ട് എന്തായി? അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. അധികാരവർഗക്കാരുടെ അടുത്തേക്കും പ്രമുഖന്മാരുടെ അടുത്തേക്കും ഒക്കെ പണ്ഡിതന്മാർ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അബായതൻകാനു ഇസ്സത്തൻ ബിൽ ഇറാദി അനിസ്സലാത്തീനി, ഭരണാധിപന്മാരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞതുകൊണ്ട് വലിയ യോഗ്യന്മാരായിരുന്നു ഫുഖഹാക്കളൊക്കെ. അതിന്റെ ശേഷം അതില്ലത്തൻ ബിൽ ഇഖ്ബാലി അലൈഹിം, അധികാരി വർഗത്തിന്റെ മേലിൽ മുന്നിടലുകൊണ്ട് അവർ നിസ്സാരക്കാരായി മാറി. ഇതപ്പൊ ഉണ്ടായത്. യോഗ്യതയൊക്കെ നഷ്ടപ്പെടുത്തി. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താണ്? ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കുകയാണ്. നമുക്കുള്ള നിലയും വലിയും നമ്മളെന്നെ കളഞ്ഞതാ. ജനങ്ങളിൽ നമുക്കൊരു മതിപ്പുണ്ടായിരുന്നു, ഒരു യോഗ്യതയൊക്കെ ഉണ്ട്, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ്. കാരണം അവരെ പോലെ നമ്മളായി. ഇല്ലാമൻ വഫഖഹുല്ലാഹു തആല ബി കുല്ലി അസ്രിൻ മിൻ ഉലമാഇ ദീനില്ലാ,
എല്ലാരൊന്നുമില്ല. അല്ലാഹു തആലാനെ ദീൻ പഠിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും തൗഫീക്ക് നൽകിയ ആൾക്കാർ ഒഴികെ ഇന്നും അങ്ങനെ എത്ര മഹാന്മാരുണ്ട്. ആരും കാണാനൊന്നും വരൂല, ഓരോ വാണികൾ ചെല്ലേണ്ടി വരും, അല്ല അവർ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല. അങ്ങനെ അപൂർവരിൽ അപൂർവമായ ആൾക്കാരുണ്ട്. വഖദ്കാന അഖദുൽ ഇഖ്ബാലി ഫി തിൽക്കൽ അഹ്സാർ, അക്കാലഘട്ടങ്ങളിൽ അലാ ഇൽമിൽ ഫത്വയുടെ വിജ്ഞാനത്തിന്റെ മേൽ അക്കാലഘട്ടങ്ങളിൽ മുന്നിടുക എന്നുള്ളത് അധികമായിരുന്നു. വൽ അഖ്ലിയത്തി, വിധികൾ കൽപ്പിക്കുന്നതിന്റെ മേലിലും എന്തായിരുന്നു അക്കാലഘട്ടത്തിൽ മുന്നിടുക എന്നുള്ളത് അധികമായി വന്നത്. ലിശിദ്ദത്തിൽ ഹാജത്തി ഇലൈഹ ഫിൽ വിലായത്തി വൽ ഹുകൂമത്തി, വിധികളിലും സർക്കാരുകളിലും അധികാരങ്ങളിലുമൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വലിയ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളത് കൊണ്ടാണ് എല്ലാവരും ഫത്വന്റെ ഇൽമു തേടി പഠിച്ചതും വിധി പറയേണ്ട ഇൽമൊക്കെ പഠിച്ചുണ്ടാക്കിയത്. അങ്ങനെയാണ്. അതും കഴിഞ്ഞു. സുമ്മ ലഹറ ബായതും, പിന്നെ ഇവർക്ക് ശേഷം വെളിപ്പെട്ടു മിനസ്സുദൂഇ വൽ ഉമറാ, ഭരണാധിപന്മാരിൽ നിന്നും സദസ്സുകൾ മുൻപന്തിയിൽ വന്നു നിൽക്കുന്ന പ്രമുഖന്മാരിൽ നിന്നും ഈ പറയപ്പെട്ട ആളുകൾക്ക് ശേഷം വെളിവായി ഒരു കൂട്ടര്. എങ്ങനെ? യസ്മഉ മഖാലാത്തിൻ നാസി, ജനങ്ങൾ പണ്ഡിതന്മാരുടെ വാക്കുകളാണ്, അറിവുള്ളവർ പറയുന്ന വാക്കുകളാണ്. എവിടെ? ഈ ഖവായിദിൽ അഖായിദി, ഇസ്ലാമിക വിശ്വാസത്തിന്റെ നിയമങ്ങളിൽ എന്തായ ജനങ്ങൾ പല വാക്കുകളുമുണ്ട്, പല അഭിപ്രായങ്ങളുമുണ്ട്. അത് കേൾക്കാൻ തുടങ്ങിയ ആൾക്കാർ വന്നു. അങ്ങനെ മാനത്ത് നഫ്സൂല സമായിൽ ഹുജജ് ഫീഹ, എന്നാ പിന്നെ ആ ഇസ്ലാമിക വിശ്വാസ നിയമങ്ങളിൽ എന്തൊക്കെ തെളിവുകൾ കിട്ടും, ആ തെളിവ് കേൾക്കുന്നതിലേക്ക് ഈ തർക്കം വന്നപ്പോ, വാക്കുകൾ വന്നപ്പോ അവരുടെ മനസ്സ് അതിലേക്ക് ചാഞ്ഞു. അങ്ങനെ ഒലബത്തു റഹ്ബത്തുഹു, ഈ കേൾക്കുന്നവന്റെ ആഗ്രഹം മികച്ചു നിന്നു. ഇലൽ മുനാദറത്തി വൽ മുജാദലത്തി ബിൽ കലാമി, ഇൽമുൽ കലാമിൽ എന്ന് പറഞ്ഞാൽ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കായിദ ഉണ്ടല്ലോ, സർവൽ അക്കായിദ പോലത്തെ ആ കലാമിൽ തർക്കങ്ങളും മുനാദറകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യത്തിൽ വല്ലാത്തൊരാഗ്രഹം തോന്നി ഇത് കേട്ട് നോക്കുമ്പോ. അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് പോകുകയാണല്ലോ. ഒരു കാലഘട്ടത്തിൽ വയലന്മാര്, ഇപ്പൊ അതും കഴിഞ്ഞു. ഒരു കാലത്ത് ക്ലാസിന്റെ തിരക്ക്, അങ്ങനെ എവിടൊക്കെ എന്തൊക്കെ ഒരു കാലഘട്ടം വരുന്നു അതനുസരിച്ച് പോകും. അങ്ങനെ എന്തിനു പറയുന്നു? കബ്ബന്നാസു അലാ ഇൽമിൽ കലാം, അങ്ങനെ വന്നപ്പോ പിന്നെ ഇൽമിൽ കലാമിന്റെ മേൽ ജനങ്ങളെല്ലാവരും കൂടി എന്തായി ഒരുമിച്ച് കൂടി. പിന്നെ അതുകൊണ്ട് സുഖലായി അവർ. അങ്ങനെ തസാനിഫ, ഇൽമുൽ കലാമിൽ ഒരുപാട് കിതാബുകൾ അവർ രചിച്ചു. ബീഗി, ആ കിതാബുകൾ രചിച്ചിട്ട് ആ ഇൽമുൽ കലാമിൽ അവർ ക്രമീകൃതമാക്കി. തുർക്കൽ മുജാദലത്തി, തർക്കിക്കേണ്ട റൂട്ടുകൾ എങ്ങനെയാ വെച്ചാൽ അതൊക്കെ റെഡിയാക്കി തന്നു. വസ്തഖറജു ഫുനൂനൽ മുനാഖലാത്തി ഫിൽ മഖാലാത്തി, ഇങ്ങനെ വാക്കുകളും തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് പൊളിക്കണം. അങ്ങനെ പൊളിക്കുന്നതിന്റെ ഫന്നുകൾ എന്താ, വിഷയങ്ങൾ എന്താ, അതും ആരെയും തെരഞ്ഞെടുത്തു. ഈ വാദത്തിന് എങ്ങനെ പൊളിക്കാം, അതിനെന്താ തെളിവ്, അതിനെന്താ നിയമം, അതങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ സാമോ, എന്നിട്ട് ഇവർ പറയുന്നു, വാദിക്കുന്നു, ഉറങ്ങും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ആവശ്യം എന്താണ്? അദബു അന്തീനില്ല, പരിശുദ്ധ ദീനിന് വല്ല കോട്ടം പറ്റുന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് തടുക്കലാണ്, ദീനിനെ സംരക്ഷിക്കലാണ്. പിന്നെ അതുപോലെ നിലാലു അനി സുന്നത്തി, മുത്തുനബി തങ്ങളുടെ സുന്നത്തിൽ വരുന്ന എന്തെല്ലാം പോരായ്മകൾ വരുത്തുന്നുണ്ടോ, ന്യൂനതകൾ വരുത്തുന്നുണ്ടോ, അതിനെ തടുക്കാനാണ്. മുത്തുനബിന്റെ സമ്പൂർണമാണല്ലോ. അപ്പൊ നബിന്റെ സുന്നത്തിനെ എതിർക്കുന്നവരുണ്ടാകും, അതിനെ തടുക്കണം. ഇതിനൊക്കെയാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത്. പിന്നെ മുബത്തദിനെന്താണ്? പൊളിച്ച് പാപ്പനാക്കണം. ഇതുകൊണ്ടാണ് ഇതൊക്കെ ജോലിയായത് എന്ന് പറയും. ഏതുപോലെ കമാബിലഹും, ഇത്തരം ആളുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ പറഞ്ഞതുപോലെ. എന്താ ഓല് പറഞ്ഞത്? അന്നഹും ബിൽ ഇസ്തിഗാലി ബിൽ ഫത്താവ, ഈ ഫത്തവകളെ കൊണ്ട് ജോലിയാവുക എന്നതുകൊണ്ട് ഇവരുടെ ആവശ്യം എന്തായിരുന്നു? അദ്ദീനു, ദീൻ നിലനിർത്തലാണ്. തഖല്ലുദു അഹ്കാമിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ വിധികൾ സ്വീകരിക്കലാണ്. അതാണ് ഞങ്ങൾ അത് ജോലിയായത്. എന്തുകൊണ്ട്? ഇസ്ഫാഖ് അലാ ഖൽഖില്ലാഹി വനസിയത്തല്ലഹും, ജനങ്ങൾക്കുള്ള നല്ല ഗുണം വിചാരിച്ച് ചെയ്തതാണ്. സൃഷ്ടിയുടെ, അള്ളാന്റെ സൃഷ്ടിയുടെ മേലുള്ള സ്നേഹവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫത്വന്റെ വിജ്ഞാനം കൊണ്ടൊക്കെ ജോലിയായത് എന്ന് പറയുന്നത് പോലെ ഇത് പറയുന്നവര്. മിനസ്സുദൂരി, ഇപ്പൊ അതും കഴിഞ്ഞു. അങ്ങനെ പോന്നിട്ട് പിന്നെ പ്രമുഖന്മാരുണ്ടായിരുന്നു. ഇവർക്ക് ശേഷം വെളിപ്പെട്ടു ഒരു കൂട്ടര്. അങ്ങനത്തെ കൂട്ടര് ലം യതസവ്വബ്,
അപ്പൊ എന്താണ് മല്ലം യതസവ്വിബിൽ ഖൗലാവിൽ കലാമി വഫതിഹി ബാബിൽ മുനാദറത്തി ഫി ഇൽമിൽ കലാമിൽ പ്രവേശിക്കല് ഒരു യഥാർത്ഥമായി കാണാത്ത ആൾക്കാരുണ്ട്. അതുപോലെ അതിലുള്ള തർക്കത്തിന്റെ കവാടത്തെ തുറക്കുന്ന വിഷയത്തിലും ഒരു യഥാർത്ഥത്തെ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവര് പിന്നെ വെളിപ്പെട്ടു വന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു യഥാർത്ഥത്തെ കാണാത്തത് ലിമാ കാന ഖദ് തവല്ലദ മിൻ ഫത്ഹി ബാബിഹി. ഇവിടെ ഇൽമുൽ കലാമിന്റെ തർക്കത്തിന്റെ വാതിൽ തുറക്കുന്നതിനാൽ ആ തുറക്കുന്നതിൽ ജനിച്ചിട്ടുണ്ടായ ഒരു കാര്യമുണ്ടായത് കൊണ്ട് എന്തേ ജനിച്ചിട്ടുണ്ടായത്, എന്തോ ഉത്ഭവിച്ചത്? അത് മിനത്ത അസുബാത്തിൽ ഫാഹിഷത്തി, മോശമായ രീതിയിലുള്ള പക്ഷപാതിത്വം. പച്ച തോണിയക്കാരൻ പറയാ, സത്യം തോടുണ്ടാവൂല, അങ്ങനെ വിളിച്ചു കൂവും. വൽ ഹുസൂമാത്തിൽ ഫാഷിയ അൽ മുഫ്ദിയത്തി ഇല ഇഹ്റാഖി ദിമായി, രക്തങ്ങൾ ചൊരിക്കുന്നതിലേക്ക് കൂട്ടുന്ന വിധത്തിലുള്ള മോശമായ രീതിയിലുള്ള തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ വന്നു. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥത്തെ അതിൽ കിട്ടാത്തത്. തഖ്രീബിൽ ബിലാദ്, അതിന്റെ പേര് നാട് കുട്ടിച്ചോറാക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൽ യഥാർത്ഥമായി കാണാത്തത്. അങ്ങനെ യഥാർത്ഥമായി കാണാത്ത ആൾക്കാരാ പിന്നെ വന്നത്. അങ്ങനെ മാലത്ത് നഫ്സുഹു, പിന്നീട് അവന്റെ നഫ്സ് ചാഞ്ഞു. ഇലൽ മുനാദറത്തി ബിൽ ഫിഖ്, അവിടുന്ന് പോയിട്ട് ഇൽമുൽ കലാം എന്ന് വിട്ടു. പിന്നെ ഫിഖിലുള്ള മുനാദറയിലേക്ക് ചാഞ്ഞു. ബയാനിൽ ഔല മിൻ മദ്ഹബി ശാഫിഈ വ അബി ഹനീഫ റളിയല്ലാഹു അൻഹുമാ അൽ ഖുസൂസി. ഖുസൂസ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങൾ, ഈ രണ്ടുപേരുടെ മദ്ഹബ്, ഈ മദ്ഹബിൽ ഏറ്റവും ഔലിയായത് ഏതാണോ അത് വിശദീകരിക്കുക എന്നിത്യാദി കാര്യങ്ങളിലേക്കാണ് അവരുടെ മനസ്സ് ചാഞ്ഞുപോയത്. അങ്ങനെ ഫതറക്കന്നാസുൽ കലാമ വഫുറുൽ ഇൽം, അങ്ങനെ വന്നപ്പോ ജനങ്ങൾ ഇൽമുൽ കലാമാണ് ഒഴിവാക്കി, ഇൽമിന്റെ പല പന്നു അതും ഒഴിവാക്കി. എന്നിട്ടോ വൻസാലു, അല്ലെങ്കിൽ അഖബലു എന്നും കാണാം. അഖബലു അലൽ വസാഇൽ ഖിലാഫിയ്യത്തി ബൈന ശാഫിഈ വ അബി ഹനീഫ അൽ ഖുസൂസി. പ്രത്യേകിച്ച് ഇമാം അബൂ ഹനീഫ തങ്ങളുടെയും ഇമാം ഷാഫിഈ തങ്ങൾക്കും ഇടയിലുള്ള ഖിലാഫിയായ മസ്അലകളുണ്ട്. അത്തരം മസ്അലകളിലേക്കാണ് പിന്നെ അവർ മുന്നിട്ട് തീരുമാനം വന്നത്. എന്താ അത് രണ്ടും പറയാൻ കാരണം? നാടിന്റെ മിക്ക നാടുകളിലും പ്രചാരത്തിലുള്ളതും അധികമുള്ളതും ഈ രണ്ട് മദ്ഹബാണ്. അതോടുകൂടെ വതസാഹലു ഫിൽ ഖിലാഫി മഅ മാലിക്കിൻ വ സുഫിയാൻ വ അഹ്മദ റഹിമഹുല്ലാഹു തആല വ ഗൈരിഹിം. ഇവരല്ലാത്ത മാലിക്കി, സുഫിയാൻ, അഹ്മദ്, മറ്റുള്ള പണ്ഡിതന്മാർ, ഇവർക്കിടയിലും തർക്കങ്ങളുണ്ട്. അത്തരം തർക്കങ്ങളിലേക്ക് എന്താ അവർ പ്രവേശിക്കാതെ അതിന് പടി കാണിച്ച് ഇതിൽ നിന്നവരുന്ന അങ്ങനെ വസാമോ ഇവരും വാദിക്കുന്നു. അന്ന വറലകും, ഇവരുടെ ആവശ്യം എന്താ? ഇസ്തിംബാത്തു ദഖാഇഖി ശറഈ, ശറഈ പെട്ടെന്ന് ആർക്കും തിരിയാതെ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടുവരലാണ് ഇവരുടെ ആവശ്യം. ഓ തഖ്രീറു ഇലൽ മദ്ഹബി, ഇവിടെ മദ്ഹബ് വന്നല്ലോ, അതിനുള്ള കാരണങ്ങൾ എന്താണോ ആ കാരണങ്ങളെ റെഡിയാക്കി വെക്കലുമാണ്. ഓ തംഹീദു ഉസൂൽ ഫതാവ, ഫത്വക്കുള്ള അടിസ്ഥാനം എന്താണോ അതും നേർവടിയാക്കി ലെവലാക്കി വെക്കലാണ്. ഇതാണ് അവിടെ ആവശ്യം പറയുന്നത്. അങ്ങനെ എന്തിനു പറയുന്നു? വഅഖ്ദുറുബീക, ഈ തർക്കത്തിലും അവർ അധികരിപ്പിച്ചിട്ടുണ്ട് അത്തസാനീഫ വൽ ഇസ്തിംബാത്ത്, കുറെ ഗവേഷണങ്ങളും കുറെ രചനകളും അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വറത്തൗബീക, അങ്ങനെ ആ കിതാബുകൾ രചിച്ചു, അതിലവർ ക്രമീകരിച്ചു അൻവാ അൽ മുജാദലാത്തി വത്തസ്നീഫാത്ത്, മുജാദലാത്തിന്റെയും തസ്നീഫാത്തിന്റെ ഏതെല്ലാം ഇനങ്ങളുണ്ട് അത് ഇഷ്ടം പോലെ കൊണ്ടുവന്നു. ഇപ്പൊ എത്രകാലം കിതാബുണ്ട് ഷാഫി മദ്ഹബിൽ, ഹനഫിയിൽ, അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി. അത്തരത്തിൽ മുസ്തമിറൂന അലൈഹിൽ ആൻ, ഇന്നേ വരെ അവർ ഈ സമയം വരെ അതേ നിലപാട് തന്നെ പോകുന്നവർ. വലസ്നാനദിരി, അങ്ങനെ നമ്മക്കറിയൂല മല്ലദി യുഹദിസുല്ലാഹു ഫീമാ ബഅദനാ മിനൽ ഇസാർ, നമ്മുടെ ശേഷമുള്ള കാലക്കാരിൽ അള്ളാഹു എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി അറിഞ്ഞുകൂടാ. ഇങ്ങനെ വന്നു പോകുന്നു. നമ്മളെ കാലം കഴിഞ്ഞ് എന്തായിരിക്കും? അവള് കാണുന്നുണ്ടല്ലോ, ദീനൊക്കെ പൊളിച്ചു വിടുന്നു, എല്ലാം വിമർശിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ഇപ്പൊ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് തർക്കമുള്ള വിഷയത്തിന്റെ മേലിലും
തർക്കത്തിന്റെ മേലിലും ഖിലാഫിയ മസ്അലകൾ ഇതിന്റെ മേലിലൊക്കെ ജനങ്ങൾ മുന്നിടുന്നതിന് മേൽ പ്രേരിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളാകുന്നു, വേറൊരു കാരണമല്ല എന്ന. വലോമാലത്ത് നുഫൂസു അർബാബി ദുനിയ, ഇനി ദുന്യാവിന്റെ നേതാക്കന്മാരായ ആൾക്കാരുടെ മനസ്സുകൾ ചാഞ്ഞാൽ, ഇരൽ ഖിലാഫി അഭിപ്രായത്തിലേക്ക് ചാഞ്ഞാൽ, മാ ഇമാമിൻ ആഖറല്ല ഇമ്മത്തി, ഇമാമാർ കൂട്ടത്തിൽ മറ്റൊരു ഇമാമിനോട് കൂടെ ചാഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ഇലാ ഇൽമിൻ ആഖറമിനൽ ഉലൂമി, ഇൽമുള്ള കൂട്ടത്തിൽ നിന്ന് മറ്റു ഏതെങ്കിലും പ്രധാനപ്പെട്ട മറ്റൊരു ഇൽമിലേക്കാണ് അവർ ചാഞ്ഞത് എങ്കിൽ ലമാലു ഐദൻ, വീണ്ടും അത് അവർ ചായുന്നു, മഴകും ഇവരോട് കൂടെ അവരങ്ങനെ ചാഞ്ഞു പോകുന്നു എന്നേ പറയാനുള്ളൂ. വലം യസ്ബുതു അനി തഅല്ലുലി ബി അന്നമസ്തഖലു ബിഹി, അവർ ജോലിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുള്ള കാരണം അതുകൊണ്ടുള്ള കാരണത്തെ തൊട്ട് അവർ മിണ്ടാതിരിക്കുന്നില്ല. ഇൽമുദ്ദീൻ, അതെന്താണ് ഈ ജോലിയാവുന്നതിന്റെ ഫലം? അത് ദീനിയായ അറിവാണ്. എന്നാ ആ കാരണത്തെ തൊട്ട് മൗനത്തിലാണല്ലോ, അത് അവർ പറയും ഇതാണ് ഉദ്ദേശം, ദീനാണ്. അല്ലാ മത്തുലബലഹും, അവർക്ക് ഈ തേട്ടം കൊണ്ടൊന്നും വേറെ തേട്ടല്ല, സിവത്തഖർറുബി ഇലല്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നല്ലാതെ മറ്റൊരു തേട്ടമല്ല എന്നൊക്കെയാണ് ഇത്തരം കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോ ചുരുക്കത്തിലൂടെ ഖിലാഫിയത്ത് വന്നു. ഈ ഖിലാഫിയായിരിക്കുന്ന മസ്അലകളിലേക്കും മുനാദറകളിലേക്കും മുജാദലൊക്കെ ഉണ്ടായിത്തീരാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് മറ്റൊരു വിഷയം.